എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസിലുള്ള 6.2 എക്സസൈസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ദെൻ ഷോ ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. അപ്പം എ ബി പാരലൽ ടു സി ഡി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ടു പ്രൂവ് എ ബി പാരലൽ ടു സി ഡി. പാരലൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വര എഴുതാം. എ ബി പാരലൽ ടു സി ഡി. ഇതിൽ ഫിഗറിൽ ഇത് 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് എക്സ്, ഇത് 130 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് വൈ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ബി പാരലൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഇറേ GH, ഇത് എ. അതിനുശേഷം ഇപ്പൊ ഇവിടെ ആദ്യത്തേൽ നമ്മൾ നോക്കുകയാണ്, അതായത് എ ബി പാരലൽ ടു സി ഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പാരലലിന്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഓർമ്മിക്കണം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ എക്സും വൈയും നമ്മൾ വാല്യൂ ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് 130 ആയതുകൊണ്ട് വൈ 130 ആയിരിക്കും. അപ്പൊ ഇനി എക്സും 130 തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. കൺവേഴ്സ് ഓഫ് ആ തിയറം നമ്മൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ പാരലൽ ലൈനിൽ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അപ്പൊ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എക്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സ്റ്റാൻഡ്സ് ഓൺ ഈ ലൈനിൽ എ സ്റ്റാൻഡ്സ്. അപ്പൊ ഇത് എന്തായി, എക്സ് പ്ലസ് 50 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി. എക്സ് പ്ലസ് 50 ഈക്വൽ ടു 180. റീസൺ ലീനിയർ പെയർ, രണ്ട് ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആയതുകൊണ്ട് എക്സ് പ്ലസ് 50 ഈക്വൽ ടു 180, എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 50. 180 മൈനസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130. ഇനി അടുത്തത് y ഈക്വൽ ടു 130. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി റീസൺ എന്താന്നുള്ളത് ബ്രാക്കറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് 1 എന്ന് കൊടുക്കുക, ഇത് 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഫ്രം 1 and 2 x is equal to y. x is equal to y ആയ എന്തായി, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എ ബി പാരലൽ ടു സി ഡി. റീസൺ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ എഴുതുക, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ ആയതുകൊണ്ട് എ ബി പാരലൽ ടു സി ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in figure if AB parallel to CD, CD parallel to EF and Y is to Z equal to 3:7, find X. So AB parallel to CD, CD parallel to EF, AB CD EF. ഇവിടെ നമുക്ക് ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതായത് y is to z equal to 3:7. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ ബി പാരലൽ ടു സി ഡി, സി ഡി പാരലൽ ടു ഇ എഫ്. ഇത് ഗിവൺ ആണ്. അപ്പൊ ഇത് ഇതിന് പാരലൽ, ഇത് ഇതിന് പാരലൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എ ബി പാരലൽ ടു ഇ എഫ് ആവും. അതായത് എ ബി പാരലൽ ടു സി ഡി, സി ഡി പാരലൽ ടു ഇ എഫ് ആയതുകൊണ്ട് എ ബി പാരലൽ ടു ഇ എഫ്. എ ബി പാരലൽ ടു ഇ എഫ് ആണെങ്കിൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആയിരിക്കും. അതുപോലെ ഇവിടെ y ഈസ് ടു സെഡ് ഈക്വൽ ടു 3:7 ആണ് നമുക്ക് ഗിവൺ. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ y ഈക്വൽ ടു 3a, അതുപോലെ സെഡ് ഈക്വൽ ടു 7a. ഇവിടെ നമ്മൾ എ ബി പാരലൽ ടു സി ഡി. ഇപ്പൊ ഇവിടെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്താണ്, സപ്ലിമെന്ററി ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം നമുക്ക്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. അപ്പൊ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആണ്.
എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആവുമ്പോൾ ഇവിടെ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 180. അതായത് 3a പ്ലസ് 7a ഈക്വൽ ടു 180. ഇവിടെ നിങ്ങൾ എഴുതുക റീസൺ. Interior angles on the same side of the transversal. Same side of the transversal supplementary. Interior angles on the same side of the transversal. Supplementary ആയതുകൊണ്ടാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. അപ്പൊ എക്സ് സെഡിന് ഈക്വൽ ആണ്. വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 180. 3a പ്ലസ് 7a ഈക്വൽ ടു 180. 10a ഈക്വൽ ടു 180. അപ്പോൾ എ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. എ 18 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈ ഈക്വൽ ടു 3 ഇൻറ്റു 18. 3 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ നമുക്ക് 54 ഡിഗ്രി ആയിരിക്കും. അതുപോലെ സെഡ് എന്ന് പറയുന്നത് 7 ഇൻറ്റു 18 126. അപ്പോൾ ഇത് വൈയും സെഡും കിട്ടി. ഇവിടെ നമുക്ക് ഫൈൻഡ് എക്സ്. എക്സ് സെഡിന് ഈക്വൽ ആണ്. therefore എക്സ് ഇസ് ഈക്വൽ ടു 126. എക്സ് കണ്ടുപിടിക്കുക. കൂടി പറയാം. ഇവിടെ എ ബി പാരലൽ ടു സി ഡി, സി ഡി പാരലൽ ടു ഇ എഫ്. ഇങ്ങനെയാണെങ്കിൽ എ ബി പാരലൽ ടു ഇ എഫ് ആയിരിക്കും. നമ്മുടെ തിയറം പ്രകാരമാണ് എ ബി പാരലൽ ടു ഇ എഫ് ആണ്. എ ബി പാരലൽ ടു ഇ എഫ് ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആയിരിക്കും. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എ ബി പാരലൽ ടു സി ഡി, എ ബി പാരലൽ ടു സി ഡി ആവുമ്പോൾ എന്തുണ്ട്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. അതായത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആണ്. അപ്പൊ ഈ എക്സിന് പകരം നമ്മൾ വൈ കൊടുക്കുക. വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 180 ആയി. അപ്പോൾ അതിൽ നിന്ന് എ കിട്ടി. വൈയും സെഡും കണ്ടുപിടിക്കുക. സെഡ് തന്നെയാണ് എന്ത്? എക്സ്. സോ സെഡ് ഈക്വൽ ആയതുകൊണ്ട് എക്സും 126 ഡിഗ്രി കിട്ടി. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതിലെ തേർഡ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അതായത് എ ബി പാരലൽ ടു സി ഡി, എ ബി പാരലൽ ടു സി ഡി, പിന്നെ ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി, ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി, ജി ഇ ഡി തന്നിട്ടുണ്ട്. ആംഗിൾ ജി ഇ ഡി ഈക്വൽ ടു 126 ഡിഗ്രി. അതുപോലെ എ ജി ഇ കാണണം, ജി ഇ എഫ് കാണണം, എഫ് ജി ഇ. അപ്പൊ ഇവിടെ ഫിഗറിൽ നമ്മൾക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? എ ബി പാരലൽ ടു സി ഡി, പിന്നെ ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി, ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി. അപ്പൊ ഇതാണ് ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി തന്നിട്ടുണ്ട്. ഇവിടെ ജി ഇ ഡി, ജി ഇ ഡി എന്ന് പറയുന്നത് ജി ഇ ഡി എന്ന് പറയുന്നത് 126. അതായത് ജി ഇ ഡി 126 ഇത്രയും ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ജി ഇ കാണണം, അതുപോലെ ജി ഇ എഫ് കാണണം, എഫ് ജി ഇ. ഇത്രയും ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. എ ജി ഇ, എഫ് ജി ഇ എഫ്, എഫ് ജി ഇ. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് എഫ് ഇ ഡി 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എഫ് ഇ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. ഇതില് നമ്മൾ ജി ഇ എഫ് കാണാൻ വേണ്ടി ഇതാണ് ജി ഇ എഫ്. ജി ഇ എഫ് എന്ന് പറയുന്നത് ജി ഇ ഡിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജി ഇ എഫ്. അപ്പൊ എഴുതും ആംഗിൾ ജി ഇ എഫ് ഈക്വൽ ടു ആംഗിൾ ജി ഇ ഡി, ആംഗിൾ ജി ഇ ഡി മൈനസ് ആംഗിൾ എഫ് ഇ ഡി. ആംഗിൾ എഫ് ഇ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജി ഇ എഫ് കിട്ടും. അപ്പൊ ജി ഇ ഡി എത്രയാണുള്ളത് തന്നിട്ടുണ്ട്, ഗിവൺ ആണ് 126 മൈനസ് എഫ് ഇ ഡി എന്ന് പറയുന്നത് ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി ആയതുകൊണ്ട് അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 126 90 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഇ ഡി കിട്ടും. അപ്പൊ 36 ഡിഗ്രി. ജി ഇ ഡി എന്ന് പറയുന്നത് 36 ഡിഗ്രി കിട്ടി. അതുപോലെ ഇനി എന്ത് കണ്ടുപിടിക്കണം? എ ജി ഇ. എ ജി ഇ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അതായത് രണ്ട് പാരലൽ ലൈൻ, ഈ ആംഗിൾ 126 ആണ്. അപ്പൊ ഈ ആംഗിളും എത്രയായിരിക്കും? 126. അതാണ് എ ജി ഇ. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ
AGE equal to 126 degree. Reason, alternate interior angles are equal. Alternate interior angles are equal. Reason എഴുതണം. Interior angles are equal. ഇനി കാണേണ്ടത് FGE. FGE ആണ് കിട്ടേണ്ടത്. FGE എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആംഗിളാണ് നമുക്ക് ഇനി കിട്ടേണ്ടത്. ഈ ആംഗിൾ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അതായത് സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോ FGE ആംഗിൾ FGE ഈക്വൽ ടു ഈ ആംഗിളും കൂടി 180 ഡിഗ്രി എന്ന് കൊടുക്കുക. അപ്പോ FGE പ്ലസ് GED ഈക്വൽ ടു 180. FGE എന്ന് പറയുന്നത് 180 മൈനസ് GED എത്രയാണ് 126 ആണ്. അപ്പോൾ 180 126 മൈനസ് ചെയ്യാം 54 ഡിഗ്രി. അപ്പോൾ FGE എന്ന് പറയുന്നത് 54 ഡിഗ്രി കിട്ടും. അതുപോലെ GEF എന്ന് പറയുന്നത് 36 ഡിഗ്രി കിട്ടും. AGE എന്ന് പറയുന്നത് 126. ഇതില് 3 ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് ഇത്രയും കാര്യങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ഈ മൊത്തം ആംഗിളാണ്, അതായത് GED എന്നാണ് 126 തന്നിട്ടുള്ളത്. അപ്പൊ ഇത് 126 ആയതുകൊണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് പറയാം. ഈ രണ്ട് പാരലൽ ലൈന് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടി? AGE നമുക്ക് കിട്ടി. ഇനി കാണുന്നത് GEF ആണ്. GEF എന്ന് പറയുന്നത് ഈ ചെറിയ ആംഗിൾ, ഇത്രയും ഭാഗമാണ് GEF. ഈ ചെറിയ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ആംഗിൾ GED 126 ആണ്. 126 FED എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GEF കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് FGE, അതായത് ഈ ആംഗിൾ. ഇപ്പോൾ നമ്മൾ രണ്ട് പാരലൽ ലൈൻ ആണെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആണ്. അപ്പൊ ഈ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ FGE എന്ന് പറയുന്നത് 180 മൈനസ് 126 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54 ഡിഗ്രി കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം.